പരമാവധി ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്റെ പണി വേറെ അല്ലേ മാഡം? എന്ത് പണി? അച്ഛന്റെ കൂടെ കാറി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാം. മന്ത്രിമന്ദിരം വേണ്ടാത്തതുകൊണ്ട് തക്കം കിട്ടുമ്പോഴൊക്കെ രണ്ടുപേരും വീട്ടില്. പിന്നെ കറക്കം എന്ത് ഹെഡേക്കുള്ള പണിയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് മാഡത്തിന് അറിയോ? മാഡമാണല്ലോ. വേണ്ട, എടുക്ക്. എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനായിരിക്കും. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് ഋതിക. എന്തുണ്ട് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല മാഡം. ഞാനിപ്പോ വിളിച്ചത് ഋതികയുടെ അമ്മയുടെ കാര്യം പറയാനാ. അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ മാഡം? ഇല്ല. കണ്ടെത്താനുള്ള എല്ലാ നടപടികളും ഞാൻ അടിയന്തരമായി ചെയ്തിട്ടുണ്ട്. താങ്ക് യു മാം. ഋതികയുടെ അമ്മയെ കണ്ടുപിടിച്ചു തരേണ്ടത് എന്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ കാണുന്നു. ലൈഫ് മുഴുവൻ ഇങ്ങനെ ഒളിവിൽ കഴിയാൻ ക്രിമിനലൊന്നും അല്ലല്ലോ പത്മാവതി വർമ്മ. അറിയപ്പെടുന്ന ഒരു കലാകാരിയല്ലേ. ഞാൻ കണ്ടെത്തിയിരിക്കും. ഗുഡ് നൈറ്റ് ഋതിക. ഗുഡ് നൈറ്റ് മാം. എന്തിനാ എസ് പി മാഡം വിളിച്ചത്? അമ്മയെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് പറയാൻ. അല്ല, എന്തിനാ ഈ പത്മാവതി മാഡം ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്നത്? അതാ രാജു ഞാനും ആലോചിക്കുന്നത്. ആർക്കും പിടികൊടുക്കാതെ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ പത്മാവതി മാഡം ആരെങ്കിലും പേടിക്കുന്നുണ്ടാവും. അമ്മ എന്തിനാ അങ്ങനെ പേടിക്കുന്നെ? അമ്മമ്മയെ പോലൊരാള് സ്വന്തം അമ്മയായിട്ടുള്ളപ്പോ എന്തിനാ പേടിക്കുന്നെ? അതെ മാഡം, ഇതൊരു വലിയ കഥ തന്നെയാ.